ഇതാണ് എന്റെ ഹോബി. സിനിമ കാണും. തമിഴ് സിനിമയുടെ ഒരു സ്ട്രോങ് ഫാനാണ് ഞാൻ. ജന്മം കൊണ്ട് മലയാളിയായ ഡോക്ടർ സൗത്ത് ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. ഈ സ്ഥാനലബ്ധിയിൽ ആരോടാണ് നന്ദിയും കടപ്പാടും? മറ്റു ഡോക്ടർമാരോട്. അവർ പിന്നിൽ പോയത് കൊണ്ടാണല്ലോ എനിക്ക് മുന്നിലെത്താൻ പറ്റിയത്. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഇമോഷൻസ് അതടക്കി വെക്കരുത്, പ്രകടിപ്പിക്കണം. എപ്പോഴും ചിരിക്കാൻ ഉപദേശിക്കുന്ന സന്യാസിമാരുടെ കാലമാണിത്. അത്തരക്കാരുടെ നിലപാടിനെ ഞാൻ ശക്തമായിട്ട് എതിർക്കുന്നു. ദേഷ്യം വരുമ്പോ ദേഷ്യപ്പെടണം, സങ്കടം വരുമ്പോ കരയണം, സന്തോഷം വരുമ്പോ തീർച്ചയായിട്ടും ചിരിക്കണം. മനുഷ്യൻ മനുഷ്യനാകുന്നത് വികാരങ്ങൾ അടക്കി വെക്കുമ്പോഴല്ല, അത് പ്രകടിപ്പിക്കുമ്പോഴാണ്. ടെലികാസ്റ്റിംഗ് ഡേറ്റ് വിളിച്ചറിയിക്കാം. വേണ്ട, ഞാൻ TV പ്രോഗ്രാംസ് കാണാറില്ല, ഓൺലി സിനിമ. അപ്പൊ കാണാം. ഓക്കെ ഡോക്ടർ. പേഷ്യന്റ് ആണെന്ന് തോന്നുന്നു. പേഷ്യന്റ് അല്ല, നോവലിസ്റ്റ് ആണ്. അപ്പോ പേഷ്യന്റ് ആണ്. വാ വാ. അറിയേണ്ടത് അപ്പൻ മേനോനെ കുറിച്ചാണല്ലേ? യെസ്. വൈകിയുടെ മരണം ഉണ്ടാക്കിയ ഷോക്ക് അത് അപ്പൻ മേനോനെ ഏത് രീതിയിൽ ബാധിച്ചു കാണും എന്ന് ഊഹിക്കാം എനിക്ക്. വിശദമായിട്ട് അറിയേണ്ടത് അപ്പൻ മേനോൻ ഇവിടെ ചെലവഴിച്ച ദിവസങ്ങളെ കുറിച്ചാണ്. ഒരു പേഷ്യന്റ് എന്ന നിലയിൽ ഡോക്ടർ മനസ്സിലാക്കിയ അപ്പൻ മേനോനെ കുറിച്ച്. പേഷ്യന്റായ അപ്പൻ മേനോനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. എന്നെ കാണാമെന്ന അപ്പൻ മേനോന് ഒരസുഖമില്ലായിരുന്നു. ഡോക്ടർ, ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി ഡോക്ടർ, പറ്റുന്നില്ല. ബെഡ്റൂമിൽ, കിച്ചണിൽ, യാത്രയിൽ, ഓഫീസിൽ, എല്ലായിടത്തും ഒപ്പമുണ്ട് വൈക. ഡോക്ടർ, എനിക്കെന്തോ കുഴപ്പമുണ്ട്. മരിച്ചുപോയ ഭാര്യ കൂടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നത് അതൊരു രോഗമാണ്. ആൻഡ് ഐ ആം എ പേഷ്യന്റ്. എനിക്കൊരു അസുഖമില്ല എന്ന് പറഞ്ഞു വരുന്ന രോഗികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു ആ ഏറ്റുപറച്ചിൽ. കുഴപ്പമുണ്ടെന്ന് തോന്നി തന്നെ ഞാൻ പരിശോധിച്ചത്. പക്ഷെ അത്ഭുതം, ശാന്തമായ തെളിഞ്ഞ ഒരു മനസ്സാണ് അപ്പനിൽ ഞാൻ കണ്ടത്. നഷ്ടപ്പെട്ടു പോയ ബാല്യത്തെക്കുറിച്ചുള്ള സങ്കടമൊഴിച്ചാൽ ഹി വാസ് അബ്സല്യൂട്ട്ലി നോർമൽ. വൈക കൂടെ തന്നെ ഉണ്ടായിക്കോട്ടെ. അപ്പനെ വിട്ടുപോകാൻ ഇഷ്ടമില്ല വൈകയ്ക്ക്. ഒരുപാട് സ്നേഹിച്ചല്ലേ അപ്പൻ വൈകയെ? അതെ അതെ, ഒരുപാട്. ഈ പ്രപഞ്ചത്തോളം. പക്ഷെ കൊണ്ടുപോയി കാലം, ടൈം. 2 ദിവസം കഴിഞ്ഞ് അപ്പൻ പോയി. പിന്നെ എന്നെ കാണാൻ വരുന്നത് ഒരുപാട് നാളുകൾ കഴിഞ്ഞിട്ടാ. ഏടുകൊണ്ടലവാട വെങ്കട്ടരമണ ഗോവിന്ദ. തിരുപ്പതിയിലാണ്. അവിടെയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച. തീർത്ഥാടനം? അതെ, എല്ലാ മഹാക്ഷേത്രങ്ങളിലും പോയി. മനസ്സ് ശാന്തമല്ലേ? പിന്നെന്തിനായിരുന്നു യാത്ര? വൈക പറഞ്ഞു. പിന്നെ കാശിയിൽ മഹാദേവന് മുമ്പിൽ തൊഴുതു നിൽക്കുമ്പോ മനസ്സിലൊരു സംശയം. കൃത്യമായ ഉത്തരം എനിക്കറിയില്ല. ഡോക്ടർക്ക് അറിയാമെങ്കിൽ പറഞ്ഞു തരണം. ചോദിച്ചോളൂ. കൊലപാതകം പാപമാണ്. പക്ഷെ കൊലപാതകം ചെയ്യുന്നവരെ കൊല്ലുന്നതോ? യെസ്, ഞാനത് ചെയ്തു ഡോക്ടർ. XMP വരദരാജ ചെട്ടിയാർ. XMLA ബാലശിംഗം. യൂത്ത് ലീഡർ കൃഷ്ണമൂർത്തി.
പേടി തോന്നുന്നുണ്ടോ? അറ്റാക്ക് ഇസ് ദ ബെസ്റ്റ് ഡിഫൻസ്. ആക്രമണമാണ് ഏറ്റവും നല്ല പ്രതിരോധം. ഇപ്പൊ എന്നെ നയിക്കുന്നത് ഈ ചിന്തയാണ്. ഡോക്ടർ, യാത്ര പറയാനും കൂടിയാണ് ഞാൻ വന്നത്. ട്രാൻസ്ഫർ വാങ്ങി പോവുകയാണ് കേരളത്തിലേക്ക്. അവിടെ അവരുണ്ട്. കൃഷ്ണൻ നമ്പ്യാർ, സുലൈമാൻ സാഹിബ്, ദാമോദരൻ കർത്ത, പിന്നെ സ്റ്റീഫൻ കുര്യച്ചൻ. Their time is up. അപ്പോ അതെ, അപ്പനാണ് എല്ലാ കൊലപാതകങ്ങൾക്കും പിന്നിൽ. കൊലപാതകം ചെയ്യുന്നത് പാപം, പക്ഷെ കൊലപാതകികളെ കൊല്ലുന്നതോ? ഞാൻ അപ്പന്റെ കൂടെയാ. ഒരു തെറ്റുമില്ല അയാൾ ചെയ്തതിൽ. കൊലപാതകം പാപം, കൊലപാതകികളെ കൊല്ലുന്നതും പാപം. എന്റെ പക്ഷം അതാണ്. അറ്റാക്ക് ഈസ് നോട്ട് ദ ബെസ്റ്റ് ഡിഫൻസ്. അഹിംസ ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ്, ദ ഓൺലി ഡിഫൻസ്. മുമ്പ് തെളിയിച്ചിട്ടുണ്ട് കാലം, ഇന്നും തെളിയിക്കുന്നു. ഇങ്ങോട്ട് വരുമ്പോ അതൊരു കഥാപാത്രത്തെ പിന്തുടർന്നുള്ള യാത്രയായിരുന്നു. ഇവിടുന്ന് പോകുന്നത് ഒരു കൊലയാളിയെ തേടിയാണ്. അപ്പൻ മെനോൻ ഈസ് എ ക്രിമിനൽ.